Vizhinjam Port is actually putting India on the global trade map in maritime trade. So that gives a big hope for the entire country as a whole. ഞങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാരിലെ ഒരു മീറ്റിങ്ങിന് പോയാലും അല്ലെങ്കിൽ നമ്മളൊരു മാരിടൈം സമ്മിറ്റിന് പോയാലും ഒക്കെ തന്നെ the entire maritime community is actually very, very excited about the port and are looking forward to it. So, that in turn is actually a reflection of, how it is going to be a game changer for the rest of the nation as a whole. Our EXIM community എന്നുള്ളതിൽ എങ്ങനെയാണ് ഇത് എല്ലാവരും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ്. രണ്ടാമത് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊരു വികസനത്തിന് തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ഒരു വികസന ചരിത്രത്തെ മാറ്റി എഴുതുക എന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ it's definitely going to change the investment climate of the country, of the state. അപ്പോൾ no, that's what I'm saying. Within a period of 3 years or 4 years, when you have a group that is investing 10,000 crore in your state, that obviously sends out a message. അപ്പോൾ ആ ഒരു പ്രവണത വന്നു തുടങ്ങുമ്പോൾ തന്നെ there are a lot of other players who would want to come and invest in the state. അപ്പോൾ കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്കിപ്പോൾ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടും മറ്റും വലിയ പ്രോജക്റ്റുകൾ, വലിയ പ്രപ്പോസൽസ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വികസനം എന്നുള്ളതിന്. അപ്പോൾ ഉദാഹരണത്തിന് ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിലും ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് അതിനുള്ള നയവും നടപടികളുമൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അതൊന്ന് കോഡിഫൈ ചെയ്ത് അവർ പുറത്തേക്ക് ഇറക്കുമ്പോൾ we would probably have an early bird advantage if we start off right away. ഓൾറെഡി ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു തുറമുഖത്തെ നമ്മൾ ഗ്രീൻ ഷിപ്പിംഗിലേക്ക് മാറ്റുക എന്നുള്ളതിനേക്കാളും ആരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ കുറേ കൂടെ നമുക്ക് ഒരു നേട്ടമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതും നമ്മളിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഗ്രീൻ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനീസ് ആയാലും അവരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുമ്പോൾ we see that people are quite open to investing in Kerala. So അപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സും വെയർഹൗസിങ്ങും മാത്രമല്ല, ഇത്തരത്തിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ്, വലിയ അവസരങ്ങളും അതിനോടൊപ്പമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത്. അതല്ലാതെ ഇപ്പം ഏതൊരു വ്യവസായമാണെങ്കിലും തുറമുഖത്തിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന അതിൻ്റെ ഒരു സാമീപ്യം എന്നുള്ളത് കൊണ്ട് തന്നെ വിലസുന്ന ഒരുപാട് വ്യാവസായിക സംരംഭങ്ങളുണ്ട്. അത് പ്രാദേശികമായി ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ, ഇപ്പോൾ അതിൽ ലാഷിങ് ചെയ്യാനുള്ള കയറ് മുതൽ, പിന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ലൈഫ് ജാക്കറ്റ് മുതൽ ഓരോ കാര്യത്തിനും ശരിക്കും വളരെ കൃത്യമായും വളരെ എന്താ പറയുക സൂക്ഷ്മമായിട്ടുമുള്ള വിശദാംശങ്ങളുള്ള ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റ്സും പ്രോഡക്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പ്രാദേശികമായി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സംരംഭകർ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവയർനെസ് ഉണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ കെട്ടുന്ന ഈ പറഞ്ഞ കയറെന്ന് പറയുന്ന ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. ആ കയറ് ശരിക്കും നമ്മൾ നങ്കുരം ഇടുമ്പോൾ നമ്മുടെ പില്ലറിലേക്ക് കെട്ടുന്ന ആ കയറ് ആ ഒരു ഫോഴ്സിൽ അത് പുറത്തേക്ക് ചാടിപ്പോയി എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇഫ് ഇറ്റ് ആക്ച്വലി ഹിറ്റ്സ് സംബഡി, ഇറ്റ്സ് ഈവൻ കേപ്പബിൾ ഓഫ് കട്ടിങ് അക്രോസ് like a sword. It's as sharp and as heavy. So അതൊരു പ്രത്യേക മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടുന്ന നമ്മുടെ ആ ഒരു ടയറാണെങ്കിലും നമ്മൾ ഇടുന്ന ജാക്കറ്റ്, എന്ത് കാര്യമാണെങ്കിലും എവറിത്തിങ് ഹാസ് ഗോട്ട് എ സ്പെസിഫിക് കോമ്പോസിഷൻ, എ സ്പെസിഫിക് മെറ്റീരിയൽ. അതും ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിനെല്ലാം തന്നെ പുതിയ പുതിയ മാനങ്ങൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള സംരംഭകത്വത്തിന് തുടക്കം കുറിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ആൻഡ് there are people who have worked in other allied maritime sectors also. പ്ലസ് ഇതിപ്പോൾ അത് മാത്രം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് മാത്രമല്ല, ഇപ്പം സോഫ്റ്റ്വെയർ പോലും
നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിക്കും ഇറ്റ്സ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഫോർ പോർട്ട് മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. IIT ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി ആർ ഡെവലപ്പിംഗ് എ വെസൽ ട്രാക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ്. അപ്പോൾ അത് വെസൽ ട്രാക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് നമ്മൾ ഈ പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സമാന്തരമായി നമുക്ക് പല കപ്പലുകളും വന്നു പോകാനും അതിനോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളത് ഒരു ഹാർബറാണെന്ന് നമുക്കറിയാം. അപ്പോൾ മത്സ്യത്തൊഴിലാളികളും അവരുടെ ബോട്ടുകളും ഒക്കെ വരുന്ന മേഖല തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരു സീറോ ആക്സിഡൻറ്റ് സോണാക്കി നമുക്കിതിനെ വികസിപ്പിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വെസൽ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയ മദർഷിപ്പ് വരുമ്പോൾ നമ്മുടെ ചെറിയ കൺട്രി ക്രാഫ്റ്റ്സ് ഒന്നും അവിടുന്ന് കാണാൻ പോലും അവർക്ക് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് ഉറപ്പുവരുത്താനും കൂടിയാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ മേഖലയിലും നമുക്ക് ശരിക്കും പുതിയ പുതിയ പറയുന്ന നൂതനമായ ആശയങ്ങൾക്കായാലും സംരംഭങ്ങൾക്കായാലും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്ലസ് ഐ വുഡ് ഓൾസോ സേ ദാറ്റ് നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു തുടർക്കഥ എന്നുള്ള വണ്ണം നമ്മുടെ ഔട്ടർ ഗ്രോത്ത് കോറിഡോറും ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട വികസനവും കൂടി നടക്കും. അതും കൂടി നടന്ന് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോവുക എന്നാണ് ഞാൻ ചിന്തിക്കുക. കാരണം പോർട്ടിനോടനുബന്ധിച്ച് കിടക്കുന്ന ഇടങ്ങളിൽ നമുക്ക് പല പല കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഈത്തോസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും എന്താ പറയുക, ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ പ്രകൃതി രമണീയത, ഹരിത കേരളം, ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഈത്തോസ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പാക്കേജിങ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി എടുത്താൽ ഭാരതത്തിലിപ്പോൾ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പാക്കേജിങ് യൂണിറ്റ്സ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ചും ഇന്ന് ഇ-കോമേഴ്സിൻ്റെ ഒക്കെയുള്ള ഒരു ഇറയാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എടുത്താൽ എങ്ങനെയാണ് നമുക്ക് പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കിപ്പോൾ ഒരു പാക്കേജിങ് യൂണിറ്റ്സിൻ്റെ ഒരു പാർക്ക് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റഫിങ്ങും ഡീസ്റ്റഫിങ്ങും ലേബലിങ്ങും പാക്കിങ്ങും എല്ലാം കൂടി വരുന്ന ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് ആകുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ദേ ക്യാൻ ലെവറേജ് സോ മച്ച് ഔട്ട് ഓഫ് when you're talking about green shipping, when you're talking about green port, have green packaging units. And adu namukku nalgan kazhinjal nothing like it, because when the shipping companies as well as exporters importers will be extremely happy avarku vera sthalathu ninnu konduvaranda ennu parayumbol. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കൊച്ചു കൊച്ചു കാര്യം, ഇപ്പോൾ നേരത്തെ പെരിഷബിൾസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ അപ്പോൾ have a food processing unit. I'm not talking about just one, but having a food processing park in the vicinity of the port is something that will definitely leverage the potential of having a port in your backyard. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ധാരാളം വരാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതിന് ഓഫ് കോഴ്സ് ദ മാർക്കറ്റ് ഹാസ് ടു ബി enthusiastic as well. പ്ലസ് പ്രാദേശികമായിട്ടുള്ള സംരംഭകത്വം മാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു അനൗൺസ്മെൻറ്റിൽ അറിഞ്ഞായിരുന്നു, MSC ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ഷിപ്പിംഗ് കമ്പനി കേരളത്തിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളത്, MSC. സോ അതുപോലെ അന്താരാഷ്ട്ര പ്രാമുഖ്യമുള്ള പല സ്ഥാപനങ്ങളും കമ്പനീസും എല്ലാം കേരളത്തിലേക്ക് ആകൃഷ്ടരാകാനുള്ള ഒരു വലിയ കാരണമായിട്ട് നമ്മുടെ തുറമുഖം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.